ഐക്യദാർഢ്യ സമിതി സപ്പോർട്ട് ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങൾ അവസാനിപ്പിച്ചു. കുഞ്ഞിനെ അനുഭവിക്കുന്നതായ പശ്ചാത്തലത്തിലാണ് അത് കുടുംബ കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കുഞ്ഞിനെ അനുഭവിക്കുന്നത്. അപ്പൊ സമരത്തിന്റെ തുടർച്ച സംബന്ധിച്ച് നമുക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ എടുത്തിട്ടുള്ള തീരുമാനവും അനുപമ ഉന്നയിച്ച കാര്യം കുഞ്ഞിനെ കിട്ടി എന്നുള്ളത് മാത്രമല്ല, കുഞ്ഞിനെ കിട്ടാതാക്കിയ അല്ലെങ്കിൽ കുഞ്ഞിനെ അനുപമയിൽ നിന്ന് അകറ്റിയ സ്ഥാപനങ്ങൾ അവര് വളരെ ആസൂത്രിതവും അതുപോലെ തന്നെ സംഘടിതവുമായിട്ടാണ് ആ കാര്യം ചെയ്തത് എന്ന് അനുപമ നേരത്തെ ആരോപിച്ചിരുന്നതാണ്. പക്ഷെ അവരെ തലസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് അനുപമയുടെ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരികയും അത് അനുപമയ്ക്ക് കൈമാറുന്നതും വരെയുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. ഇപ്പോഴും അവരെ തലസ്ഥാനത്ത് തന്നെ തുടരുകയാണ്. അപ്പൊ അവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുക, അവർക്ക് നേരെ നിയമ നടപടികൾ എടുക്കുക എന്നുള്ള ആവശ്യമാണ് ഇനി നടപ്പിലാവേണ്ടതുള്ളത്. അത് ഇതുവരെ നടപ്പിലായിട്ടില്ല. അത് സംബന്ധിച്ചിട്ടുള്ള വകുപ്പ് തല അന്വേഷണം നടന്നും അതിന്റെ റിപ്പോർട്ട് മുഴുവനായി പൂർത്തീകരിച്ചു എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ടെങ്കിലും അത് ഇതുവരെയും നമുക്ക് കിട്ടിയിട്ടില്ല. അത് രഹസ്യരേഖയല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഒരു വ്യക്തി കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നേരെ ഉണ്ടായിട്ടുള്ള നിയമലംഘനത്തിന്റെ പേരിലുണ്ടായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടാണ്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് പൊതുസമക്ഷത്തിൽ എത്തുകയാണ് വേണ്ടത്. അതിൽ നിന്നുള്ള ഭാഗങ്ങൾ ഉപയോഗിച്ച് വീണ്ടും അനുപമയുടെ പങ്കാളിയും ഒക്കെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലുള്ള ഹിംസാത്മകമായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് അനുപമയുടെയും പങ്കാളിയുടെയും ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് അനുപമ തന്നെ നേരിട്ട് സംസാരിക്കും. അപ്പൊ നമ്മള് ഐക്യദാർഢ്യ സമിതി ഈ കാര്യത്തിൽ വളരെ ഗൗരവമായി തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ചിട്ടുള്ള സമര പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡിസംബർ 10 നമ്മൾ മനുഷ്യാവകാശ ദിനത്തിന്റെ അന്ന് ഈ കുട്ടിക്കടത്തുമായി സംബന്ധിച്ച് കുട്ടികളുടെ അവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മനുഷ്യാവകാശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സമര പരിപാടി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് മാത്രമല്ല, ഈ അനുപമയുടെ സമരവുമായിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ കൂടി എത്തിച്ചേരും. മറ്റൊന്ന് ഇത് സംബന്ധിച്ചിട്ടുള്ള ലീഗലായിട്ടുള്ള ഫൈറ്റാണ്. അതിന് അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലുള്ള ഒരുപാട് നിയമപ്രവർത്തകരും അതുപോലെ തന്നെ ചൈൽഡ് റൈറ്റ് ആക്ടിവിസ്റ്റും അതുപോലെ ഫെമിനിസ്റ്റും അതുപോലെ ഹ്യൂമൻ റൈറ്റ്സ് ലോയേഴ്സും ഒക്കെ നമ്മളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ലഭ്യമായ ഈ റിപ്പോർട്ട് വന്നാലാണ് പല കാര്യങ്ങളും നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടുള്ളൂ. എന്നാലും ഇപ്പൊ ലഭ്യമായ വിവരങ്ങൾ വെച്ച് അവരുമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് നമ്മൾ പിന്നീട് വെളിപ്പെടുത്തുന്നതായിരിക്കും. പിന്നീട് ഇന്ന് നമ്മളിപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അനുപമ തന്നെ സംസാരിക്കും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് മറുപടി പറയുന്നു. ഏറ്റവും ബേസിക്കായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഈ വകുപ്പ് തല റിപ്പോർട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടിയതിൽ എനിക്കിപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അപ്പം അതിലൂടെ ഡേയ്സ് ആസ്വദിക്കേണ്ട അല്ലെങ്കിൽ വളരെയധികം സന്തോഷിക്കേണ്ട ഒരു സമയമാണിപ്പോൾ. ആ സമയത്ത് പോലും എനിക്ക് അത് പറ്റാതെ വരുന്നുണ്ട്. അതിൻ്റെ വളരെ ഒരു പ്രധാനപ്പെട്ട റീസൺ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വകുപ്പ് തല റിപ്പോർട്ടിൻ്റെ ഒരു വ്യക്തതയില്ലായ്മയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞത് എൻ്റെ ആരോപണങ്ങളെ വളരെയധികം ശരിവയ്ക്കുന്ന റിപ്പോർട്ടാണ്. അത് ഒരുപാട് തെളിവുകളുണ്ട്. ഷിജു ഖാനെ മണികേസുവിൻ്റെ അവർക്കെതിരായിട്ട് ഒരുപാട് തെളിവുകളുണ്ടെന്ന് പറയുന്നത്. എന്നാൽ വേറെ ചില മീഡിയാസിൽ പറയുന്നത് ഞാൻ എൻ്റെ സമ്മതത്തോടു കൂടി തന്നെയാണ് എൻ്റെ കുഞ്ഞിനെ കൊടുത്തത്, അല്ലെങ്കിൽ ഞാനും അച്ഛനും തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പാണ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ നേരത്തെയും പറഞ്ഞിരുന്ന ഒരു കാര്യം, എൻ്റെ വീട്ടിൽ ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരുപാട് പീഡനങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ആ ഒരു രേഖ, ഒരു നോട്ടറി പബ്ലിഷ്ഡ് ആയിട്ടുള്ള രേഖ. അപ്പോൾ അതിന് ഇനിയും ഞാൻ ഒത്തിരി ക്ലാരിഫിക്കേഷൻസ് നടത്തിയതിനു ശേഷവും അതിനെയാണ് ഇപ്പോഴും അവർ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്നത്, ഒരു വിലയില്ലാത്ത ആ പേപ്പറിന്. അപ്പോൾ എനിക്കറിയില്ല, ഒരു നോട്ടറി എന്ന് പറയുന്നത് ഒത്തിരി
ലീഗലായിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, കോടതി കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അത് ആ ഒരു രേഖയിൽ പോലും പറയുന്നത്, ഞാൻ അതിന്റെ അവസാനം നോക്കിയാൽ അറിയാം, സീലിന് മുകളിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ ആ നോട്ടറി ചെയ്ത വക്കീലിന്റെ ഓഫീസിൽ പോയാണ് അത് എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നതെന്നാണ്. അത് തെറ്റാണെന്ന് വായിക്കുന്ന ആൾക്കും ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. ഞാൻ 9 months ആണ്, എന്റെ വീട്ടിൽ പുറത്തിറക്കാൻ സമ്മതിച്ചിട്ടില്ല, വീട്ടിൽ വന്ന് ഒപ്പിട്ട് മേടിച്ച സാധനമാണ്. അതിൽ ഒരു വ്യാജ രേഖയിൽ തന്നെ കൂടുതൽ വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം പുറത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നത് ഒരു എഗ്രിമെന്റ്, ഇപ്പൊ പുറത്ത് വിട്ടേക്കുന്നത് വേറൊരു എഗ്രിമെന്റ്. അപ്പൊ അതിലൊക്കെ തന്നെ എന്തുമാത്രം എന്താ വ്യത്യാസങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ആ ഒരു കാര്യം ഇനിയും എന്താ ഊന്നി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതത്തിനെ അല്ലെങ്കിൽ ഭാവി ജീവിതത്തിനെ ഒരുപാട് എന്താ പറയുക പ്രതിസന്ധിയിലാക്കുകയാണ്. ഇപ്പൊ എന്റെ പാർട്ട്ണറെ പറ്റി അല്ലെങ്കിൽ എന്റെ കുഞ്ഞിന്റെ അച്ഛനെ പറ്റിയിട്ടുള്ള എന്താണ് പരാമർശങ്ങൾ, അതിനൊന്നും ഇപ്പോഴും ഒരു അർത്ഥവും ഇല്ല. എന്ത് രീതിയിലുള്ള സഫറിങ്സ് ആണ് ഇപ്പോഴും ഞാൻ അനുഭവിക്കേണ്ടി വരുന്നതെന്നാണ്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടില്, വകുപ്പുതല റിപ്പോർട്ടിലെങ്കിലും കുറച്ചും കൂടി വ്യക്തത വരുത്തേണ്ടതാണ്. അതൊരു ഇപ്പൊ ഉഷകാലൊക്കെ പറഞ്ഞാൽ അതൊരു ഒളിപ്പിച്ചു വെക്കേണ്ട ഒരു കാര്യമല്ല. അതിന് ആരൊക്കെ മൊഴി നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പരാമർശങ്ങൾ എന്നുള്ളത് അറിയണം. എല്ലാവരും അറിയേണ്ട കാര്യമാണ്, ഞാൻ മാത്രമല്ല എല്ലാവരും അറിയേണ്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വ്യാജ പ്രചരണങ്ങൾക്ക് കുറേയൊക്കെ അറുതി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് സംബന്ധിച്ച് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതില് ഇപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത്, അതിനാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് 2 തവണയാണ് എൻ്റെ മൊഴി എടുത്തത്. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എനിക്ക് വീട്ടിൽ സംഭവിച്ച പീഡനങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചത് അതിനൊരു എന്താ പറയുന്ന ഒരു ഗാർഹിക പീഡന വകുപ്പിനകത്ത് ഒരു കേസിനായിരിക്കും അവർ റെക്കമെൻഡ് ചെയ്യാറുള്ളത്. പക്ഷെ നേരെ മറിച്ച് അത് എന്റെ സമ്മതത്തോടു കൂടിയാണെന്നൊക്കെ വരുത്തി തീർക്കുകയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, അവരുടെ പേരിൽ തെളിവുകൾ ഉണ്ടെന്നും അതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ജനനത്തിന്റെ രേഖകൾ ഉൾപ്പെടെ ചുരണ്ടിക്കളഞ്ഞിരിക്കുകയാണ് രജിസ്ട്രിയിൽ. അതൊരു തെറ്റല്ല. ഇപ്പൊ ഞാൻ സമരത്തിലിരുന്നപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, അവർക്ക് തലസ്ഥാനങ്ങൾ തുടരാൻ അനുവദിച്ചാല് അവർ തെളിവുകൾ നശിപ്പിക്കും, അല്ലെങ്കിൽ അവരെ കൂടെയുള്ളവരെ സ്വാധീനിക്കും, ഇതൊക്കെ പറഞ്ഞതാണ്. അന്ന് ആരോഗ്യമന്ത്രി ഉൾപ്പെടെ എന്നോട് പറയുന്നത് അങ്ങനൊരു പോസിബിലിറ്റി ഇല്ലാന്ന്. ഇപ്പൊ ഈ രജിസ്റ്ററുകൾ ചുരണ്ടുക അല്ലെങ്കിൽ CCTV ദൃശ്യമില്ല, ഇതൊക്കെ പിന്നെ എന്തിന്റെ എക്സാമ്പിൾസ് ആണ്? അപ്പൊ മനഃപൂർവ്വം അതിന് വഴിയൊരുക്കി കൊടുക്കുകയല്ലേ ചെയ്യുന്നത് ഈ ഒരു വകുപ്പ് അന്വേഷണത്തില്. എന്നാ ശരി, കുറച്ചെങ്കിലും കാര്യങ്ങൾ തെളിവുകളോടെ പുറത്തു വന്നു. ഞാൻ ചെന്നതിന് ശേഷമാണ് ഈവൻ കോർട്ടിൽ പോലും അതിന് പ്രൊസീഡിങ്സ്, അഡോപ്ഷൻ പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുന്നു. എന്നാൽ അതൊന്നും ഒരു തെറ്റായിട്ട് ആരും കണക്കാക്കുന്നില്ല. ആരാവും സലാവും പോലും ഏറ്റവും അവസാനം പറഞ്ഞത് അവരുടെ ഭാഗത്ത് തെറ്റില്ല, അവരെ പുറത്താക്കാൻ സാധിക്കില്ല എന്നാണ്. എന്നാൽ ആ റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി തന്നെ പറയുന്നത് റിപ്പോർട്ട് പരിശോധിച്ചിട്ടില്ല, പരിശോധിക്കാൻ പോകുന്നതേ ഉള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചിട്ട് തെറ്റുണ്ടെങ്കിൽ അവരെ പ്രതി നടപടി എടുക്കുന്നതാണ്. എന്നാൽ റിപ്പോർട്ടിൽ എന്താണെന്ന് പോലും അറിഞ്ഞൂടാതെ തന്നെ ജില്ലാ സെക്രട്ടറി പറയുകയാണ് അവരെ പുറത്താക്കാൻ പാർട്ടിയോ അല്ലെങ്കിൽ ഗവൺമെന്റോ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ ഇപ്പോഴും പാർട്ടിക്കോ അല്ലെങ്കിൽ ഗവൺമെന്റിനോ അതിന്മേലുള്ള നിലപാട് തന്നെയല്ലേ അതിനെ വ്യക്തമാക്കുന്നത്. ഒരു തെളിവുകളും പുറത്തു വരാനും പോകുന്നില്ല, ഇനി വന്നിട്ടുണ്ടെങ്കിൽ അവരെ പ്രതി നടപടി എടുക്കാനും പോകുന്നില്ല. ആ നിലപാടിലാണ് ഇപ്പോഴും ഗവൺമെന്റ് ഉറച്ചു നിൽക്കുന്നത്. മുഖ്യമന്ത്രി പോലും ഇതുവരെ ഒരു റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറായിട്ടില്ല. അപ്പൊ അതിന് തന്നെ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാവാമെന്ന് ചിന്തിക്കാം. അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷനിലൊക്കെ ഞാൻ ഏറ്റവും അവസാനം ഹിയറിങ്ങിന് പോയപ്പോൾ എനിക്ക് അവർ കൊടുത്ത ഡീറ്റെയിൽ റിപ്പോർട്ട് എന്താണെന്ന് അറിയില്ല. എന്നാലും പോലീസിൽ ഉൾപ്പെടെ പറയുന്നത്, പോലീസിൽ പോലും റിപ്പോർട്ട് കൊടുത്തതെന്ന് വെച്ചാൽ ഞാൻ സെപ്റ്റംബർ മാസത്തിന് മുന്നേ പോലീസ് സ്റ്റേഷനിൽ പരാതികളെ കൊടുത്തിട്ടില്ല എന്നാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ ഏറ്റവും അവസാനം FIR എടുത്തിട്ടും 1.5 മാസമായി. ഇതുവരെ എന്റെ പോലും മൊഴിയെടുക്കാൻ തയ്യാറായിട്ടില്ല. അപ്പൊ ഇപ്പോഴും ഒരു തരത്തിലുള്ള കൺസിഡറേഷനും അവർ തരാൻ തയ്യാറല്ല. എന്റെ കുഞ്ഞിനെ കിട്ടിയത് കൊണ്ട് മാത്രം തീരുന്ന ഒരു പ്രശ്നമായിട്ടാണ് ഇപ്പോഴും ഇതെല്ലാവരും കാണുന്നത്. ഒരു ശിക്ഷണ സമിതി അവരുടെ വിവരാവകാശം നിയമപ്രകാരം അവർക്ക് വിവരാവകാശ രേഖകൾ നൽകേണ്ടതില്ല എന്നൊക്കെയാണ് അറിയുന്നത്. അപ്പോൾ ഒരു രീതിയിലും ആ ഒരു കോമ്പൗണ്ടിനകത്ത് നടക്കുന്നത് എന്താണെന്ന് പുറത്ത് അറിയുന്നതേ ഇല്ല, ആർക്കും അറിയാൻ സാധിക്കില്ലാത്തൊരവസ്ഥയാണ്. അതിനകത്തുള്ള കുഞ്ഞുങ്ങൾ
നടക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇതിനു മുൻപും നടന്നിട്ടുണ്ടാവില്ലേ? അല്ലെങ്കിൽ ഇതുപോലെ ഇവരെ എന്താണ് സ്വൈരവിഹാരത്തിന് അനുവദിച്ചാൽ ഇനി ഇങ്ങനെ നടക്കില്ല എന്ന് ആർക്ക് ഉറപ്പ് പറയാൻ സാധിക്കും? ഇപ്പോഴും അവർക്കെതിരെ ഒരു രീതിയിലുള്ള നടപടി എടുക്കാൻ തയ്യാറാകുന്നില്ല അവർ. റിപ്പോർട്ട് പഠിക്കാൻ എന്തായാലും ഇത്രയും ദിവസം വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയും അതിനുള്ള ഒരു ആദ്യ പടി പോലും അവർ എടുക്കുന്നില്ല. ബാക്കി ഇപ്പൊ മുതിർന്ന ആൾക്കാരാണെങ്കിൽ അവർക്കെതിരെ ഒരു പ്രശ്നം വന്നാൽ അവർക്ക് ഇപ്പൊ എന്നെ പോലെയുള്ള ആൾക്കാരാണെങ്കിൽ വന്ന് ഇങ്ങനെ പറയാൻ പറ്റും മുന്നില്, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, എന്നോട് ഇന്ന ആൾക്കാർ ബിഹേവ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഇന്ന പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ കുഞ്ഞുങ്ങളുടെ കാര്യം അങ്ങനെയല്ല. അവർക്ക് വേണ്ടി സംസാരിക്കേണ്ട ആൾക്കാരാണ് അവരെ ദ്രോഹിക്കുന്നത്. അപ്പൊ അത് ഇനിയും കണ്ടില്ല എന്ന് നടിക്കുന്നതും ഞങ്ങള് കുഞ്ഞുമായിട്ട് ഞങ്ങൾ ജീവിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. ഞങ്ങളെ പോലും സ്വൈര്യമായിട്ട് ജീവിക്കാൻ അനുവദിക്കാത്ത തരത്തിലാണ് ഇപ്പോഴും വ്യാജ പ്രചരണങ്ങൾ ഇറങ്ങുന്നത്. ഇതൊന്നും ഒട്ടും സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് തന്നെ എനിക്ക് ചെയ്യേണ്ടി വരുന്നത്. ഒട്ടും ഹെൽത്തി അല്ല ഞാനിപ്പോഴും. എനിക്ക് മാനസികമായിട്ട് ഞാൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് എനിക്ക് ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നത്. ഇതിനൊക്കെ ആരാണ് ഉത്തരം പറയാൻ പോകുന്നത്? ഇതുവരെ നടപടി എടുക്കാത്തത് ഞാൻ ആരോടാണ് ഇനി ചെല്ലേണ്ടത്? ഇപ്പൊ ഈ തെളിവുകൾ ഉൾപ്പെടെ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ഇത് നടപടി എടുക്കാൻ ആരുടെ ശുപാർശ അല്ലെങ്കിൽ ആരുടെ സമരമോ കത്തോ അപേക്ഷയുമാണ് ഈ അധികാരികൾക്ക് വേണ്ടത്? അതുപോലെ തന്നെ നോട്ടറി ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ ലോ സെക്രട്ടറിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോടതി കാര്യങ്ങൾക്ക് നല്ല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട നോട്ടറി ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാൻ ഈ ഒരു മീഡിയയിൽ വന്നതിന് ശേഷം നോട്ടറിയിലെ വക്കീൽ തന്നെ ഒരു മീഡിയയിൽ പറയുകയുണ്ടായി, എനിക്ക് നോട്ടറി ചെയ്യുക എന്നത് മാത്രമാണ് എന്റെ കടമ, അത് എഴുതിയേക്കുന്നത് എന്താണെന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന്. ഒരു നോട്ടറി വക്കീൽ പറയേണ്ട അല്ലെങ്കിൽ അയാളുടെ റെസ്പോൺസിബിലിറ്റിയിൽ പെടുന്ന കാര്യമല്ലേ അത്? എന്റെ അറിവില് നോട്ടറി വക്കീലും ഓഫീസിൽ ചെന്ന് അയാൾ കണ്ട് അദ്ദേഹം തന്നെയാണ് ഈ നോട്ടറിയിൽ ഈ ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ എന്താണോ അതിൽ എഴുതിയിരിക്കുന്ന കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് ആരുടെയും പ്രേരണയാലല്ല ഒപ്പിടുന്നതെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണമായിരുന്നു നോട്ടറി ചെയ്യാൻ. അതാണ് ഒരു നോട്ടറി പബ്ലിക്കിന്റെ ധർമ്മം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അതേസമയം ആ വക്കീൽ പറയുകയാണ് അതിലെന്താണെന്ന് അറിയേണ്ട ആവശ്യം പോലും എനിക്കില്ല. അപ്പോ അത്തരത്തിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടാണ് എന്റെ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ ഓരോ കാര്യങ്ങളും കടന്നുപോയിരിക്കുന്നത്. ഒരു സിസ്റ്റം അല്ല, ഒരുപാട് സിസ്റ്റങ്ങളെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇനിയും അംഗീകരിക്കാൻ തയ്യാറാവാത്തത് ഈ പാർട്ടിക്കാരും ഗവൺമെന്റും. ഈ അനുപമ ഐഎസിന്റെ ഈ വകുപ്പ് തല റിപ്പോർട്ട് പോലും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, റിപ്പോർട്ട് പോലും ഗവൺമെന്റിനെയും CWCനെയും ശിക്ഷേമ സമിതിനെയും പാർട്ടിനെയും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ളത് തന്നെയാണ്. നോട്ടറിയുടെ ലോ സെക്രട്ടറിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗാർഹിക പീഡനത്തിനുള്ളതും ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പം അനുപമ മാഡം ഒന്നും അതിന് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പം ഞങ്ങളായിട്ട് തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് സമരത്തിന്റെ കാര്യം. ഇപ്പോൾ പ്രത്യക്ഷ സമരം എനിക്ക് ബുദ്ധിമുട്ടാണ്, അത് എല്ലാവർക്കും അറിയാം. കുഞ്ഞുങ്ങളുടെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യാവകാശ ദിനമാണ് ഈ ഡിസംബർ 10-ാം തീയതി. അപ്പോൾ കുട്ടിക്കടത്ത് എന്ന് പറയുന്നത് തന്നെ ഒരു മനുഷ്യാവകാശ ലംഘനമാണ്. കുട്ടികളുടെ കാര്യത്തിൽ അത് വളരെയധികം ശിക്ഷ അർഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ അന്നേ ദിവസം ഞങ്ങളൊരു സമരം തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കി സമരങ്ങൾ അന്നേ ദിവസമായിരിക്കും ഞങ്ങൾ പറയുക. അപ്പോൾ മനുഷ്യാവകാശ ലംഘന സമരമാണ് ഞങ്ങൾ ഡിസംബർ 10-ാം തീയതി നടക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ ക്ഷമ.
അനുഭവം ഒരു കാര്യം, CPM നേതൃത്വത്തിൽ സംഘടിതമായ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നു എന്നാണ് ആരോപിച്ചത്. അതുകൊണ്ട് ഞാൻ CPM മാത്രമല്ല പറയുന്നത്. അവര് ഒരു സൈഡിൽ നിന്ന് അനുപമയ്ക്കൊപ്പം കുഞ്ഞിനൊപ്പം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മറു സൈഡിൽ നിന്ന് ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും സൈബർ ആക്രമണങ്ങൾ നടത്തുന്ന സൈബർ സഖാക്കളാണ്. അപ്പൊ ഇപ്പോഴും രാജ്യത്തിന് 3 ഭാര്യമാരുണ്ട്, 2 കുട്ടികളുണ്ട്. അത് ആ രീതിയിലുള്ള പ്രചരണങ്ങൾ, എന്റെ സമ്മതത്തോട് വഴി കുഞ്ഞിനെ കൊടുത്തതെന്നുള്ള പ്രചരണങ്ങൾ. പിന്നെ ഏറ്റവും രസകരമായ ഒന്ന്, ഈ കുഞ്ഞിനെ കൊണ്ടുവരാൻ പോയത് അല്ലെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുവന്നതൊക്കെ പോറ്റമ്മയാണെന്നുള്ള ഒരു പ്രചരണമുണ്ട്. അത് ശരിക്കും അത് എല്ലാവർക്കും അറിയാം. ഇപ്പം എല്ലാവർക്കും അറിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് സോഷ്യൽ വർക്കറാണ്, ഈ സുക്ഷേമ സമിതിയിലെ രീതിയിലാണ് പറയുന്നത്. അത് പോറ്റമ്മയാണ് എന്നൊരു രീതിയിൽ വളരെ ഇപ്പോഴും തുടരുന്നുണ്ട് അതൊക്കെ. അപ്പൊ അതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് ഓഫ്കോഴ്സ് അത് സൈബർ സഖാക്കളാണ്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് സപ്പോർട്ടും മറു സൈഡിൽ നിന്ന് എന്താണ് ഇതേപോലത്തെ രാജപ്രതിനിധികൾ എല്ലാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്രത്യക്ഷ സമരത്തിൽ നിന്ന് എനിക്ക് മാറേണ്ടി വരും. കാരണം എനിക്ക് പോസിബിൾ അല്ല, കുഞ്ഞിനെ കൊണ്ട് വന്നിരിക്കുന്ന പോസിബിൾ അല്ല. അപ്പോൾ അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടും അതിന്റെ വീര്യം കുറയാതെ അതേ ശക്തിയോടെ തന്നെ ആ സമരം ഉണ്ടാകും. അതിലൊന്നാണ് ഡിസംബർ 10 മനുഷ്യാവകാശ ലംഘന സമരം. കുട്ടിക്ക് ആരോഗ്യത്തിന് ഇപ്പൊ അവര് മെഡിക്കൽ റിപ്പോർട്ട്സ് ഒന്നും തന്നിരുന്നില്ല. ഞങ്ങൾ ഈ സിലബസിൽ നിന്ന് ഞങ്ങൾ വീണ്ടും ചോദിച്ചാണ് വാങ്ങുന്നത്. അപ്പൊ അവന് കുറച്ച് മൂക്കടപ്പിന്റെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒക്കെ ഒരു പ്രോബ്ലം ഉണ്ട്. വേറെ അവന് പ്രോബ്ലംസ് ഒന്നുമില്ല. വളരെ മീറ്റിംഗ് ആണ്, ഹാപ്പിയാണ്. റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ മാത്രം സർക്കാർ ബോധപൂർവം പുറത്തുവിടുന്നു, അതിന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് ശ്രമിക്കുന്നു, അങ്ങനെ ഒരു ആരോപണമുണ്ട്. അപ്പൊ അതിന് ഞാനത് പറഞ്ഞു, അതൊരു വ്യക്തത വരുത്താത്തതിന്റെ പ്രോബ്ലം ഉണ്ട്. ഒരു സൈഡിൽ നിന്ന് വളരെ അനുകൂലമായ റിപ്പോർട്ടാണെന്ന് പറയുന്നു, മറു സൈഡിൽ നിന്ന് ഇത് എന്റേതാണ് കൂടുതൽ തെറ്റെന്നും പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് അതൊരു വ്യക്തത വരുത്താത്തതിന്റെ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് റിപ്പോർട്ടിന്റെ വിശദാംശം വേണം എന്നതിൽ ഞങ്ങൾ കത്ത് കൊടുത്തിരിക്കുന്നത്. അത് TV അനുപമ കൊടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ചുമത്തിയിട്ടുള്ളത് FIR-ലുള്ളത്. അപ്പൊ അതുപോലും ഇപ്പോഴും അവരുടെ ഒരു മനോഭാവത്തിൽ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഒരു സിസ്റ്റം ഗവൺമെന്റ് കൂട്ടുനിൽക്കുന്നതായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ തോന്നുന്നുണ്ട്. അതിലൊന്നാണ് പോലീസ് സ്റ്റേഷനിൽ ഈ ഒരു FIR-ൻ്റെത്. അത് മാത്രമല്ല, ഈ ആരോപണ വിധേയരെ സംരക്ഷിച്ചുകൊണ്ടുണ്ടായിരുന്ന ഒരു അന്വേഷണം, അവരുടെ മേലുള്ള തെളിവുകൾ പലതും പുറത്തു വന്നിട്ട് ഇപ്പോഴും നടപടി എടുക്കാതിരിക്കുക, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇപ്പോഴും ഗവൺമെന്റിന് കുറ്റക്കാരെ, അവരിപ്പോ ആരോപണ വിധേയരല്ല, അവർ കുറ്റക്കാരന് തന്നെയാണ്. കുറ്റക്കാരെ മുഴുവനായി തന്നെ സംരക്ഷിക്കാനുള്ള നിലപാടാണ്. മാനിപ്പുലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ആ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് വീണ്ടും മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം എന്തായാലും നമ്മൾ സഹിക്കാൻ പറ്റില്ല. അതിനെതിരെ നമ്മൾ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുകയും തുറന്ന സമരങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇന്നലെ നമ്മളൊരു യോഗം കൂടിയിരുന്നു. അപ്പൊ അതിലൊക്കെ എല്ലാവരും വളരെ ശക്തമായിട്ട് തന്നെ അവരുടെ പിന്തുണ അറിയിക്കുകയും അതുപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള സമരത്തിന്റെ ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പൊ അത് ഒരിക്കലും ഒരു പ്രതികാരമോ അല്ലെങ്കിൽ ഒരു വിദ്വേഷമോ ഒന്നും അല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളുടെ കാര്യമാണ്. എനിക്കൊരു വയസ്സുള്ള ഒരു കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളോട് അവർ ഈ കാണിക്കുന്ന ആ രീതിയിൽ എനിക്ക് നല്ല ദേഷ്യവും വെറുപ്പും ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ, അല്ലാതെ ഒരു പേഴ്സണൽ ഒരു കാര്യമായിരുന്നു വരുന്നില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ തന്നെ ആ പാർട്ടിയിലെ ഒരു SFI ലീഡർഷിപ്പിൽ നിന്ന് വന്നതാണ്. അപ്പൊ ആ പാർട്ടീനെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ഒരാളുമാണ്. അപ്പൊ എനിക്കൊരിക്കലും ആ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ആ ഗവൺമെന്റിന്റെയോ പരിപാലനത്തേക്കുള്ള ഒരു ആവശ്യം വരുന്നില്ല. പക്ഷെ ഒരു സാധാരണക്കാരിയുടെ ആംഗിളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഒരുപാട് വീഴ്ചകൾ അവർക്ക് പറ്റിയിട്ടുണ്ട്. അത് തിരുത്താൻ അവർ തയ്യാറാകുന്നതുമില്ല. അപ്പൊ ഈ അതില് കൃത്യമായിട്ട് ഈ സംരക്ഷണ സ്ഥാപനത്തിന്റെ പേരും പറയുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ഇവർക്ക് എന്താ റോള്? അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരുടെ പേരിൽ ആദ്യം കേസ് എടുക്കണ്ട, അല്ലാതെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മീഡിയ ഉപയോഗിച്ചിട്ട് ഇവരെ ഹരാസ് ചെയ്യല്ലോ വേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ
ആ കുഞ്ഞിനെ തിരിച്ചു 1 വർഷത്തിന് ശേഷം തിരിച്ചു കൊണ്ടുവന്ന ആ കുഞ്ഞിനോടൊപ്പം ഇരിക്കുന്ന ഒരു അമ്മയെ വേട്ടയാടുക എന്ന് പറയുന്ന അത്രയും മനുഷ്യത്വ